നല്ല മഴയത്ത് കറുമുറയായിട്ടുള്ള ഒരു സ്നാക്സും നല്ല ചൂട് ചായയും കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമല്ലേ. നമ്മുടെ പ്രിയപ്പെട്ടവർ കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ രസം. അപ്പോൾ ഇന്നൊരു അടിപൊളി സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. SSK കുക്ക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അരിപ്പൊടിയും നമ്മുടെ മുരിങ്ങയിലയും വെച്ചൊരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. ഓയിലിൽ ഡീപ്പ് ഫ്രൈ ആണ്, പക്ഷേ ഇത് അധികം എണ്ണയൊന്നും അബ്സോർബ് ചെയ്യാത്തൊരു നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ജീരകവും പിന്നെ നമ്മുടെ ഓവ, നാട്ടിലിതിന് എന്താ പറയുക, മുതകെന്നോ എന്താ പറയുക, ഓവയും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ വെള്ളം തിളപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയി, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ടാലും മതി. ഇതിപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നു. ഇനി നമ്മൾ അടുത്തായി ഇതിലേക്ക് ചേർക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയിലയാണ്. ആ മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയിലയുടെ വിറ്റാമിനും മിനറൽസിൻ്റെയൊക്കെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. വളരെ പോഷകസമൃദ്ധമായ ഒരു ലീഫി വെജിറ്റബിളാണ് മുരിങ്ങയില. അപ്പോൾ കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ സ്നാക്സായ എന്തായാലും കഴിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാ പോഷകങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് മുരിങ്ങയില വെന്ത് വരണം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി ചേർക്കുന്നത്. മുരിങ്ങയില ജസ്റ്റ് മിക്സറിലൊന്ന് ക്രഷ് ചെയ്തിട്ടാലും നല്ലതാണ്. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നെക്സ്റ്റ് ടൈം അങ്ങനെ ചെയ്തു നോക്കണം. ഇത് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. അധികം സ്നാക്സുകളും ഇങ്ങനെ മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അത് അത്ര ഹെൽത്തി അല്ല. ഇത് അരിപ്പൊടി ആയതുകൊണ്ട് ഒന്നും കൂടെ ഹെൽത്തിയാണ്. ഒരു 1/2 കിലോ അരിപ്പൊടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ കഴിക്കാനുള്ള സ്നാക്സ് കിട്ടും. ഞാൻ ഇപ്പോൾ ഒരു 1/4 കിലോ പൊടിക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം നമുക്ക് അരിപ്പൊടി ഇടേണ്ട സമയമായി. നല്ല വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ അതിന് ഉപയോഗിക്കുന്നത്. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഒരു തവിയോ സ്പാറ്റുല എന്തെങ്കിലും വെച്ച് മിക്സാക്കി കൊടുക്കണം. നമ്മുടെ ആട്ടയൊക്കെ കുഴക്കണ ആ പരുവത്തിലാണ് ആക്കിയെടുക്കേണ്ടത്. വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആവും തോന്നുന്നുണ്ട്. ഇപ്പം എല്ലാം ഒരുവിധം നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇത് ഇപ്പം 5 മിനിറ്റ് ആയി അടച്ച് വെച്ചിട്ട്. അയ്യോ, പക്ഷെ നല്ല ചൂടാണ് ഇപ്പോഴും. കൈ പൊള്ളുണ്ട് അത്യാവശ്യം നന്നായിട്ട്. അപ്പോൾ ഇതിന് കുറച്ച് എടുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ ഇട്ട് ഒന്ന് കുഴച്ച് എടുത്തതാണിത്. ഇത് പരത്തി ഉണ്ടാക്കി വരുമ്പോഴേക്കും മറ്റതും ചൂടായി കിട്ടും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പൊടിയിട്ടിട്ടോ എണ്ണ പരട്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് പരത്തിയെടുക്കാം. നല്ല ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവത്തിലാണ് ഇത് കൺസിസ്റ്റൻസി വേണ്ടത്. ഈ ആട്ടയ്ക്ക് നല്ല കനം കുറച്ച്, ചപ്പാത്തിയുടെ പോലെ തന്നെ കനം കുറച്ച് ഇത് പരത്തിയെടുക്കണം. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്കിത് മുറിച്ച് വറുത്തെടുക്കാം. ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് മുറിച്ചെടുക്കുന്നത്. ആദ്യം സ്ക്വയർ ആക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു വട്ടം കൂടി മുറിച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിൾ കിട്ടും നമുക്ക്. ഷേപ്പ് മതിയെങ്കിൽ അങ്ങനെ തന്നെ എടുത്ത് വറക്കാം. ഒന്നും കൂടെ ചെറുതാക്കി സ്ക്വയറാക്കി മുറിച്ചാൽ മതി. ട്രയാങ്കുലർ ഷേപ്പ് ആകുമ്പോൾ ഒന്നും കൂടെ അട്രാക്റ്റീവും കാണാൻ നല്ല ഇതുമാണ്. അതുകൊണ്ട് ഞാൻ ട്രയാങ്കുലറായിട്ടാണ് എല്ലാം കട്ട് ചെയ്തെടുത്തത്. ഇപ്പം എല്ലാം ട്രയാങ്കുലർ ഷേപ്പിൽ മുറിച്ച് കഴിഞ്ഞു.
ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ എടുത്ത് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ട്രയാങ്കിൾ ഷേപ്പായിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി ചൂടായി. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ ഇട്ട ഉടനെ ഇളക്കരുത്, ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ട്രയാങ്കുലർ സ്നാക്സ് എല്ലാം റെഡിയായി, നല്ല ക്രിസ്പിയായി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. പാക്കറ്റിലുള്ള കുർക്കുറയും മറ്റ് ചിപ്സുകളും ഒക്കെ വാങ്ങി കൊടുക്കുന്നതിന് പകരം കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇത്തരം സ്നാക്സുകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വെറുതെ പറയല്ല, ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിൻ്റെ ഫുൾ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക.